സർ, കേരളത്തിൻ്റെയും നവകേരള സദസ്സിൻ്റെയും ഉണർവിലും ഉന്മേഷത്തിലുമാണ് 15ാം കേരള നിയമസഭയുടെ 10ാം വാർഷിക സമ്മേളനത്തിൽ ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാലൻ കേരളത്തിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിലേക്കുള്ള അന്തിമ ഉപധനാഭ്യർത്ഥനകളെ പിന്തുണയ്ക്കുന്നു. കേന്ദ്ര പ്രതിരോധങ്ങളുടെയും ആഭ്യന്തര സമ്മർദ്ദങ്ങളുടെയും അതിജീവിക്കുന്ന ഈ ബഡ്ജറ്റ് നവകേരള സൃഷ്ടിയുടെ പ്രതിഫലനമാണ്. സാർ, ഭാരം ചുമക്കുന്നവനത് ഒരു ദുരിതവും വലവലിക്കുന്നവന് ഭാരമൊരു പ്രതീക്ഷയുമാണ്. കേരളത്തിലേക്ക് വികസനത്തിൻ്റെയും പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വല അടിപ്പിക്കുമ്പോൾ തീരദേശത്തുള്ളവർക്ക് അത് പുതു സൂര്യോദയം തന്നെയാണ്. സാർ, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, കാർഷികം, ക്രമസമാധാനം, ദുർബല ജനവിഭാഗങ്ങളുടെ പുനരധിവാസം എന്നീ മേഖലകളിൽ സമ്മർദ്ദങ്ങളുടെയും പ്രതിസന്ധികളുടെയും അതിജീവിച്ചുകൊണ്ട് നിലനിൽപ്പിൻ്റെയും സുസ്ഥിര വികസനത്തിൻ്റേതുമായ സാമൂഹ്യ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് സാമൂഹ്യനീതി എന്ന മാനവധർമ്മം ശ്രീനാരായണ ഗുരുവിൻ്റെയും അയ്യങ്കാളിയുടെയും വാഗ്ഭടാനന്ദൻ്റെയും മണ്ണിൽ ഒരു യുഗ പരിവർത്തന ശക്തിയായി കുമാരനാശാൻ്റെ ശതാബ്ദി ആചരിക്കുന്ന ഈ വേളയിൽ കേരള ബഡ്ജറ്റിന് ദേശീയ പ്രസക്തിയും അന്തർദേശീയ പ്രാധാന്യവുമുണ്ട്. സാർ, കുഞ്ചൻ നമ്പ്യാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയിട്ടുണ്ട്, ദാരിദ്ര്യമെന്തെന്നറിഞ്ഞവർക്കേ ഭൂമിയിൽ പരക്ലേശ വിവേകമുള്ളൂ. സാർ, അതെ സാർ, ഞങ്ങൾ ദാരിദ്ര്യം എന്തെന്ന് അറിഞ്ഞവരാണ്. പാവപ്പെട്ടവനെയും അധസ്ഥിതനെയും ന്യൂനപക്ഷക്കാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ പരിതപിച്ച് നിൽക്കുവാനല്ല, സന്ദേഹിച്ച് കാലം കളയാനല്ല, പടപൊരുതി മുന്നേറാനാണ് LDF ഉദ്ദേശിക്കുന്നത്. സാർ, മാറുന്ന കാലത്തിൻ്റെ ചക്രവാള സീമയിലേക്ക് കേരളത്തിൻ്റെ കൊച്ചുമോഹങ്ങളെ കൈപിടിച്ച് നടത്താൻ ശ്രമിക്കുമ്പോൾ തടയുന്നവരുണ്ടാകാം. അവരോട് ഞങ്ങൾക്ക് ആദികവി പറഞ്ഞത് പറയാനുള്ളൂ, മാനുഷാത. സാർ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കണ്ണിലെ നിലാത്തിരി അണയ്ക്കരുത്. നമ്മുടെ തൊഴിലാളികളുടെ ചങ്കും മനസ്സും ഇടറരുത്. മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ആരാക്രമിച്ചാലും മറികടന്ന് ലക്ഷ്യത്തിലെത്താൻ പോകുന്ന കുതിപ്പ് കേരളത്തിനുണ്ട് എന്നതിന് തെളിവാണ് സാർ ഈ ബഡ്ജറ്റ്. സാർ, പ്രതിപക്ഷ നിരകളിൽ ഇപ്പോൾ പുഞ്ചിരി പടരുന്നുണ്ടാകാം. അവരോട് എനിക്ക് വൈലോപ്പിള്ളിയുടെ വാക്കുകളാണ് പറയാനുള്ളത്. പുഞ്ചിരിഹ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. സാർ, ഭരണഘടനയ്ക്ക് ടോയ്ലറ്റ് പേപ്പറിൻ്റെ പോൽ വില കൽപ്പിക്കാത്ത വർഗീയത, വംശഹത്യ നടത്തുന്ന നാട്ടിൽ, കേരള പുരോഗതിക്ക് തുരങ്കം വയ്ക്കുന്ന നാട്ടിൽ അതിനെതിരെ ഒരക്ഷരം മുടിയാടാത്ത പ്രതിപക്ഷത്തോട് ശത്രുതയല്ല, പരമ സഹതാപമാണ് ഞങ്ങൾക്കുള്ളത്. നാടിൻ്റെ വികസനം പ്രബുദ്ധമായ ജനതയെ മുൻനിർത്തി വിഭാവനം ചെയ്യുമ്പോൾ ഉൾക്കൊള്ളണം. എല്ലാ കാര്യങ്ങളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. വ്യവസായത്തിൽ നവസംരംഭകത്വത്തിൻ്റെ ഉയർച്ചയും വളർച്ചയും, പരമ്പരാഗത വ്യവസായത്തിന് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു കൈത്താങ്ങ്, പൊതുമേഖലാ സ്ഥാപനങ്ങളെ രക്ഷിക്കാനുള്ള കാഴ്ചപ്പാടുകൾ. സാർ, വിദ്യാഭ്യാസ രംഗത്ത് ആണെങ്കിൽ വിശ്വചക്രവാളത്തോളം ഉയർന്ന് പന്തലിച്ച ചിന്താമൗലികത നാം ആരുടെയും പിന്നിലല്ല. സാർ, അടുത്ത 10 വർഷത്തിനകം കേരളത്തിലെ ടെക്നോക്രാറ്റുകളും അക്കാഡമിസ്റ്റുകളും ലോകത്തിൻ്റെ താക്കോൽ സ്ഥാനങ്ങളിൽ എത്തും. സാർ, ഇന്ത്യയുടെ ഭരണകൂടം, ഫാസിസ്റ്റ് ഭരണകൂടം ഇന്ത്യയുടെ ഭരണഘടന പോലും മാറ്റിയെഴുതാൻ ശ്രമിക്കുമ്പോൾ, മനുസ്മൃതിയിലേക്ക് കടന്നു പോകുമ്പോൾ ഈ കൊച്ചു കേരളം ഭരണഘടന നമ്മുടെ കൊച്ചുമക്കളെ പഠിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിലൂടെ തന്നെ ജനാധിപത്യവും സാഹോദര്യവും സമത്വവും ഉയർത്തിപ്പിടിക്കാനുള്ള ശ്രമമാണ്, ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കാനുള്ള ശ്രമമാണ്, പുതിയ തലമുറയിലേക്ക് പകർന്നു നൽകുവാനുള്ള വലിയൊരു ശ്രമമാണ് സാർ ഇവിടെ നടത്തുന്നത്. ചരിത്രം പോലും തിരുത്തിയെഴുതപ്പെടുമ്പോൾ ആ ചരിത്രത്തെ ഇന്നലെകളിൽ എന്തായിരുന്നു ചരിത്രമെന്ന് കൃത്യമായി നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുവാനാണ്. ഗാന്ധിജിക്ക് പകരമായിട്ട് നാഥുറാം വിനായക് ഗോഡ്സെ രാഷ്ട്രപിതാവായിട്ട് വരുന്ന ഈ കാലഘട്ടത്തിലേക്ക് നമ്മൾ തിരിച്ച് ഗാന്ധിജി തന്നെയാണ് രാഷ്ട്രപിതാവെന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളാണ് LDF ഗവൺമെൻറ് നടപ്പിലാക്കുന്നത്. സാർ, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ബദലായിട്ട്
നിർത്തപ്പെടുമ്പോഴും നെഹ്റുവിന് പട്ടേൽ ബദലായിട്ട് നിർത്തി ശവകുടീരത്തിൽ പോലും ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലേക്ക്, ചരിത്രത്തെ വ്യാഖ്യാനിക്കുന്ന അപഹസിക്കുന്ന രീതിയിലേക്ക് മോദി സർക്കാർ പോകുമ്പോൾ നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഗാന്ധിയെക്കുറിച്ചാണ്, സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചാണ്, നെഹ്റുവിനെ കുറിച്ചാണ്, RSSനെ നിരോധിക്കണമെന്ന് പറഞ്ഞ പട്ടേലിനെ കുറിച്ചാണ്. ഈ ഇടതുപക്ഷ സർക്കാർ ബദൽ ശക്തി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നത്. പൂമ്പാറ്റയിലെ അമർചിത്രകൾ, നമ്മുടെ കഥകൾ, നമ്മുടെ കൊച്ചുകുട്ടികളെ രാമായണവും മഹാഭാരതവും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ശാസ്ത്രാവബോധം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വർഗീയതയ്ക്കെതിരായിട്ട്, മതാന്ധതയ്ക്കെതിരായിട്ട് ഉള്ള വലിയൊരു പോരാട്ടത്തിലാണ് പാഠപുസ്തകങ്ങളിലൂടെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ സർക്കാർ ചെയ്തിട്ടുള്ളത്. സാർ കുതറിമാറാൻ ശ്രമിക്കുമ്പോഴും കഴുത്തിന് കുത്തിപ്പിടിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബധിര കർണപുടങ്ങളിൽ നമ്മുടെ വാക്കുകൾ ചെന്ന് മുട്ടില്ല എങ്കിലും ഹിന്ദുത്വ അജണ്ട സ്വീകരിച്ച രക്തദാഹികളായ ചെന്നായ കൂട്ടങ്ങളെ കേരള അതിർത്തിയിൽ തടഞ്ഞു നിർത്തി തിരിച്ചോടിക്കാൻ നവോത്ഥാന കേരളത്തിന് കഴിയും. പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് കഴിയും എന്നതിനുള്ള ഉത്തമ ഉദാഹരണമാണ് മതേതരത്വത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേരളത്തെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മതേതര സമൂഹമായിട്ട് നിലനിർത്താൻ ഈ കൊച്ചു കേരളത്തിന് സാധിച്ചിട്ടുള്ളത്. ശരാശരി ആയുർദൈർഘ്യം, പൊതുവിതരണ മേഖല, ജെൻഡർ ന്യൂട്രാലിറ്റി, ശിശു സൗഹൃദ കേന്ദ്രം, ഈ രംഗങ്ങളിലെല്ലാം നാം ഭാരതത്തിന് മാതൃകയാണ്. പുരോഗതിയുടെ പാതയിൽ കേഫോണും ഗെയിലും കേരയിലും അതിദരിദ്രരില്ലാത്ത കേരളവും മാന്യമായ ഭാഷയിൽ പറഞ്ഞാൽ ആർക്കാണ് തള്ളിക്കളയാൻ കഴിയുക? ഇനിയും നമുക്ക് ഏറെ സ്വപ്നങ്ങളുണ്ട്. നമ്മുടെ ഒരു സംഘപരിവാറിൻ്റെ സ്വപ്നങ്ങളല്ല, മനുഷ്യനും തമ്മിലുള്ള ആത്മബന്ധത്തിൻ്റെ കരൾ പറിച്ച് തിന്നുന്ന കാട്ടുനീതി, കരാള നൃത്തം നടത്താത്ത ഒരു ഇന്ത്യ കേരളത്തിൻ്റെ സ്വപ്നമാണ്. അതാണ് കേരളം ആഗ്രഹിക്കുന്നത്. കേരളത്തിൻ്റെ മാതൃകയുള്ള ഒരു ഇന്ത്യയാണ് നമ്മൾ സ്വപ്നം കാണേണ്ടതായിട്ടുള്ളത്. കത്തുന്ന മണിപ്പൂരും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളും നമ്മുടെ നെഞ്ചുരുക്കുന്ന ഗാസയും വേണ്ട സമാധാനത്തിനും പുരോഗതിക്കും മതേതരത്വത്തിനും വേണ്ടി നിലകൊള്ളുന്നവരോടൊപ്പം നമുക്ക് കൈകോർക്കാം. ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് നമുക്ക് ഇനിയുള്ളത്. ഇടശ്ശേരിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ, എവിടെവിടങ്ങളിൽ ചട്ടികലങ്ങളെടുത്ത് എറിയപ്പെടുന്നുവോ അവിടെവിടങ്ങളെ ചേർത്ത് വരയ്ക്കുക പുതുലോകത്തിൻ അതിരുകൾ. പിന്തള്ളപ്പെട്ടവരോടും ബഹിഷ്കൃതരോടും കൈനീട്ടുന്ന ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ അന്ത്യോദയ ശക്തികളുടെ നെഞ്ചു പിളർക്കുന്ന ഉദരകിരണ ശോഭയാണ്. ഞാൻ ഈ ഉപധനാഭ്യർത്ഥനയെ പിന്തുണച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.